ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ മാപ്പ് വരയ്ക്കാൻ 1802 ബ്രിട്ടൻ ആരംഭിച്ച ഒരു പ്രൊജക്റ്റായിരുന്നു ഗ്രേറ്റ് ട്രിഗണോമെട്രിക് സർവേ ഓഫ് ഇന്ത്യ. അന്നത്തെ ഇന്ത്യയുടെ സർവേയർ ജനറൽ ആയിരുന്ന വില്യം ലാംപ്ടൺ ആയിരുന്നു ഈ പദ്ധതിയുടെ മേധാവി. 1823 അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിരുന്ന ജോർജ് ഈവറസ്റ്റ് പുതിയ സർവേയർ ജനറലായി മാറി. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി കണ്ടെത്തിയത് ജോർജ് ഈവറസ്റ്റ് ആണ് എന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. ജോർജ് ഈവറസ്റ്റിന് ശേഷം സർവേയർ ജനറൽ ആയിരുന്ന ആൻഡ്രൂ വോയുടെ അസിസ്റ്റന്റ് ആയിരുന്ന ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ആയിരുന്നു രാജ്നാഥ് സിക്തർ. രാജ്നാഥ് സിക്തറാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം ആദ്യമായി കൃത്യമായി അളന്നു തിട്ടപ്പെടുത്തിയത്. ഈ ആൻഡ്രൂ വോയുടെ നിർദ്ദേശമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിക്ക് തന്റെ മുൻഗാമിയായ ജോർജ് ഈവറസ്റ്റിന്റെ പേര് തന്നെ നൽകണമെന്നത്. അദ്ദേഹത്തിന്റെ ഈ നിർദ്ദേശപ്രകാരം 1865 റോയൽ ജിയോഗ്രഫിക് സൊസൈറ്റി ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിക്ക് ജോർജ് ഈവറസ്റ്റിന്റെ പേര് തന്നെ നൽകി. ഈവറസ്റ്റിന്റെ പേരിന്റെ ഉച്ചാരണത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി എവറസ്റ്റ് എന്നാക്കി. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയുടെ പേര് എവറസ്റ്റ് കൊടുമുടി എന്നായി മാറി. ഇവിടെ ഒരു കാര്യം, ജോർജ് ഈവറസ്റ്റിന് തന്റെ പേര് ആ കൊടുമുടിക്ക് നൽകുന്നതിനോട് വിയോജിപ്പായിരുന്നു. മറ്റൊരു കാര്യം, ജോർജ് ഈവറസ്റ്റ് ജീവിതത്തിൽ ഒരിക്കൽ പോലും എവറസ്റ്റ് കൊടുമുടി കണ്ടിട്ടേയില്ല.